ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ്. യാത്ര വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, നമ്മുടെ വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മള് കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ എറണാകുളം കളക്ടറേറ്റിൽ കൊണ്ടുപോയിട്ട് എത്തിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ആക്ച്വലി അവരുടെ കൂടെ ഞങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അവർ കുറേ സാധനങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പോവാണ്. ഞങ്ങൾ 4 പേരുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയില് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട്. അപ്പൊ നമ്മള് വീഡിയോയില് ഷെയർ ചെയ്യാട്ടോ ഡീറ്റെയിൽസ് എല്ലാം. അപ്പൊ നമുക്ക് വയനാട് എത്തിയിട്ടാണ് ഞാൻ സുഹൃത്ത് വെച്ചേക്കുന്നത് നമ്മൾ ഇനി ഡയറക്റ്റ്ലി വയനാടുക്കാണ് പോണേന്നാണ് കേട്ടോ. അതാണ് വയനാട് എത്തിയിട്ട് കാണാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സിന്റെ വീട്ടിലെത്തി. ഇത് ഇക്കാകാന്റെ ഫ്രണ്ടാണ് കേട്ടോ, ജിജിലാൽ എന്നാണ് പേര്. ആളുടെ വൈഫും ഞാനായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ഇവര് നമുക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട് കേട്ടോ, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ടുള്ളൊരു ഫാമിലി ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഇന്നലെ നമ്മുടെ കൃഷ്ണേന്ദു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വയനാടിന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ അല്ലെങ്കിൽ ക്യാഷ് കളക്ട് ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മുടെ എറണാകുളം കളക്ടറേറ്റിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആളുടെ ഒരു അമ്മാവൻ്റെ മോള് നമ്മുടെ കളക്ടറേറ്റിൽ ഉണ്ട്. അപ്പോൾ ആള് ത്രൂ ആണ് അവിടുന്ന് ഒരു 5 ദിവസം അടുപ്പിച്ച് 5 ദിവസത്തേക്ക് എറണാകുളം കളക്ടറേറ്റിൽ നിന്ന് ആവശ്യ സാധനങ്ങളുമായിട്ട് വയനാടിന് വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കൊടുത്തു വിടാനായിട്ട് കുറച്ച് സാധനങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം കുറച്ച് ക്യാഷ് കളക്ട് ചെയ്തിട്ട് അതിന് സാധനങ്ങൾ വാങ്ങിയിട്ടാണ് പോകുന്നത്. ഈ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞപ്പോൾ ഹയാസ് കുടുക്കയിൽ ടോയ്സ് വാങ്ങിക്കാൻ കുറച്ച് പൈസ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് ക്യാഷായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരെ CMDRFിലേക്ക് ഇടാം എന്നുള്ള പ്ലാനിലാണ് ഇരുന്നിരുന്നത്. അപ്പോഴാണ് ഇങ്ങനൊരു തോട്ടുമായിട്ട് നമ്മുടെ കൃഷ്ണേന്ദു വരുന്നതും ആ ഒരു എമൗണ്ട് ഞാൻ നേരെ കൃഷ്ണേന്ദുവിനേക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കുന്നതിലേക്ക് നമ്മളുടെ ഈ ഒരു എമൗണ്ട് കൂട്ടിച്ചേർത്തു. അങ്ങനെ ഇരിക്കാലെയാണ് പോവാനായിട്ട് സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാനൊരു വണ്ടിയുടെ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മുടെ കൃഷ്ണേന്ദു അറിയിച്ചതും. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആഫ്റ്റർനൂൺ സെക്ഷനിൽ ഞങ്ങൾ ഓക്കെ ആയിരുന്നു, അവൈലബിൾ ആയിരുന്നു ഇക്കാക്ക. അപ്പോൾ നമുക്ക് എന്തായാലും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴി ബാക്കിയുള്ള സാധനങ്ങളും കൂടി വാങ്ങിയിട്ടാണ് കേട്ടോ പോയത്. എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് ഓൾറെഡി നമ്മൾ കളക്ടറേറ്റിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. വേണ്ടിയിരുന്നത് ക്ലീനിങ് സാധനങ്ങൾ, കിഡ്സിന് വേണ്ട സ്കൂളിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ, അതുപോലെ പാഡ്, ഡയപ്പർ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിരുന്നു അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നത്. ഒരുപാട് പേര് ധാരണയുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണെങ്കിലും ഇപ്പം തന്നെ ഒരുപാട് പേര് ഈ കളക്ട് ചെയ്ത് സാധനങ്ങൾ അയക്കുന്ന വീഡിയോസ് കണ്ടിട്ടാവണം ഒരുപാട് പേര് പറഞ്ഞു ഇഷ്ടം പോലെ സാധനങ്ങളായിട്ടുണ്ട്, അവർക്ക് സാധനങ്ങളുടെ ആവശ്യം ഇനിയില്ല എന്നുള്ളത്. പക്ഷേ സാധനങ്ങളുടെ ആവശ്യം ഇനിയില്ല എന്നുള്ളതല്ല, നമ്മൾ 2018 ഒരു വലിയൊരു വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞൊരു ദുരന്തം അനുഭവിച്ച ആളുകളാണ്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് തിരിച്ച് കയറി ചെല്ലാൻ നമുക്കൊരു വീടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ലാൻഡ് സ്ലൈഡിങ് കഴിഞ്ഞതോടുകൂടി ഈ വയനാടുള്ളവർക്ക് തിരിച്ച് കയറി ചെല്ലാൻ ഒരു വീടില്ല. അപ്പോൾ വീടില്ലാത്തത് ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല, വീടില്ലാത്തത് കൊണ്ട് അവർ ഇട്ട ഡ്രസ്സാലെ ഇറങ്ങി പോന്നവരാണ് ഭൂരിഭാഗം ആളുകളും. രക്ഷപ്പെട്ട ഭൂരിഭാഗം ആളുകളും ആ ഇട്ട ഡ്രസ്സാലെ ഇറങ്ങിപ്പോകുന്ന ആളുകളാണ്. സോ അവർക്ക് ഇതിലെത്ര സാധനങ്ങൾ കൊടുത്താലും അവരൊരു പഴയ ജീവിതത്തിലേക്ക് അവർ തിരിച്ചെത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകൾ പിടിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ എത്തുന്ന സഹായങ്ങൾ ഇനിയും ഒരുപാട് കിട്ടിയാൽ മാത്രമാണ് അവർക്ക് ആ ഒരു തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം ഒരുപാടാണ് എന്ന് ചിന്തിക്കുന്നവരോടാണ് പറയാനുള്ളത്, ഇതൊന്നും ഒരുപാടല്ല. ഞങ്ങളും കൂടിയിട്ട് ഈ ഒരു സാധനങ്ങൾ കളക്ട് ചെയ്ത് കളക്ടറേറ്റിൽ എത്തിക്കുന്നുണ്ടെന്ന് കൺഫേം ആയ സമയത്ത് ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കയ്യിൽ ഉള്ളതനുസരിച്ച് സഹായിച്ചവരുണ്ട് കേട്ടോ. 5 രൂപ മുതൽ 1000 രൂപകൾ വരെയും നമുക്ക് കളക്ട് ചെയ്ത് തന്നവരുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 16,700 രൂപയോളം നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ രൂപയ്ക്കാണ് നമ്മൾ സാധനങ്ങൾ കളക്ട് ചെയ്തത്. ബാലൻസ് ഒരു 1500 രൂപയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കളക്ടറേറ്റിലെത്തി സാധനങ്ങൾ കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ നോക്കി വീഡിയോസ് ഒക്കെ എടുത്തതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കണ്ടാൽ അറിയാം എത്രമാത്രം സാധനങ്ങൾ കുന്നുകൂടി കിടക്കുന്നുണ്ടെന്ന്. ഒട്ടും കുന്നുകൂടി കിടക്കുന്നില്ല. അവർക്ക് എത്തിക്കാവുന്ന ആവശ്യമുള്ള സാധനങ്ങൾ ഒരുപാട് ക്വാണ്ടിറ്റി എന്നുള്ള രീതിയിലൊന്നും ഇതിനകത്തില്ല.
നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പല തുള്ളി പെരുവെള്ളം എന്നാണ്. അപ്പോൾ ഒരുപാട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും കയ്യിലുള്ള 100 രൂപ വെച്ചിട്ടാണെങ്കിൽ അത് നമ്മളുടെ കയ്യിൽ തന്നുവിടാൻ ഒരിക്കലും നമ്മൾ നിർബന്ധം പറയുന്നില്ല. ഡയറക്റ്റ് CMDRFിലേക്കാണെങ്കിലും ഇട്ട് കൊടുക്കാനുള്ള ഒരു മനസ്സ് എല്ലാവരും കാണിക്കണം. പിന്നെ എല്ലാവരും വീഡിയോസ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ഞാനുൾപ്പെടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രചോദനമാവാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ കയ്യിലുള്ളതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഓരോരുത്തർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് സാധിക്കട്ടെ എന്നുള്ളൊരു പ്രചോദനത്തിനാണ്. അല്ലാതെ ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി അവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ഇതിൻ്റെ അകത്തുള്ള വീഡിയോസ് മാക്സിമം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് നോക്കി കണ്ടോളൂ കേട്ടോ. ഇനിയും സാധനങ്ങൾ അവർക്ക് എത്തിക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ 10 രൂപയെങ്കിൽ 10 രൂപ CMDRFിൽ ഇട്ട് കൊടുക്കാനുള്ള മനസ്സ് എല്ലാവരും കാണിക്കണം കേട്ടോ. ഇതാണ് കേട്ടോ കൃഷ്ണേന്ദുവിൻ്റെ കസിന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആള് ത്രൂ ആണ് നമ്മൾ ഇവിടത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഉദ്യമം സക്സസ് ആക്കാൻ വേണ്ടി സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഉദ്യമം സക്സസ് ആയി നിറവേറ്റി പോവാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു 1500 രൂപ ബാലൻസ് വന്നിട്ടുണ്ടാവും. നമ്മൾ CMDRFിലേക്ക് ഡൊണേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് ഇവിടെ ഒരാൾ. അപ്പോൾ ഞങ്ങളെ സഹായിച്ച ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.